സോ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് നമ്മുടെ ബാലൻസ്ഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെയും ബാധിക്കും അല്ലേ. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ഒരു പുതിയ എക്യുപ്മെൻറ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടാകും. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെയും ബാധിക്കും. സോ നമ്മളിത് ഇതുപോലെ തന്നെ ഇത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ ബാധിക്കുന്ന പോലെ തന്നെ ഇത് ക്യാഷുകളെയും നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി ബാധിക്കും അല്ലേ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ബാലൻസ് ഷീറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനം നമ്മളെ ക്യാഷുകളെ കൃത്യമായി ബാധിക്കും. അങ്ങനെ ക്യാഷുകളെ കൃത്യമായി ബാധിക്കുമ്പോൾ ഇത് ക്യാഷ് ബഡ്ജറ്റിനെയും ബഡ്ജറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും അല്ലേ. സോ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഓരോ ആനുവലി നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാ മറ്റ് ബഡ്ജറ്റുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് നമ്മളൊരു ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കാണണം. പക്ഷേ ഇതെന്തല്ല, നമ്മുടെ ആനുവലി ഉണ്ടാക്കുന്ന ബഡ്ജറ്റിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. പക്ഷേ അതിൽ വരുന്ന റിവ്യൂ, നമ്മളതിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകൾ നമ്മളെയും കൃത്യമായ പ്രൊജക്റ്റുകളെ കൃത്യമായ അപ്രൂവലുള്ള എമൗണ്ടുകൾ എത്രയാണ് എന്നുള്ളത് അല്ലേ, ഓരോ അടുത്ത വർഷത്തേക്ക് എത്ര എമൗണ്ടുകളാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ പുതിയൊരു എക്യുപ്മെൻറ്റ് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഒറ്റയടിക്ക് നമ്മൾ ആ വർഷം തന്നെ എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണിക്കാറില്ല. അതിൻ്റെ എക്സ്പെൻസുകൾ നമ്മൾ ഓരോ ഇയറിലേക്ക് അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലേക്ക് അല്ലെങ്കിൽ ഓരോ മന്തിലേക്ക് എന്ത് ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. സോ അത്തരം തീരുമാനങ്ങൾക്ക് ഏതിൽ കാണിച്ചിട്ടുണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റുകളിൽ കാണിച്ചിട്ട് ഉണ്ടാകും. ഇനി ഇങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഒരു റിവ്യൂ ചെയ്ത് നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്യാപിറ്റൽ പ്രൊജക്റ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അത് നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പറേഷൻ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്നവരൊക്കെ എന്ത് ചെയ്യണം, അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണ്, ബാക്കിയുള്ളവരെ മറ്റു ബഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്താണ് എന്ന് മാത്രമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾ ശരിക്കും ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റുകളിലേക്ക് പോകുകയാണ്. ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിവിജ്വൽ ബഡ്ജറ്റുകളുമാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇതിലെന്താണ് നമുക്ക് അറിയേണ്ടത്, ഏത് ഓർഡറിലാണ് കൃത്യമായി ഓപ്പറേഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി എന്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ബഡ്ജറ്റിൽ ആദ്യം ഉണ്ടാക്കുന്നത് സെയിൽസ് ബഡ്ജറ്റാണ്. കാരണം സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കി അതിലെ ഇൻഫോർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പ്രൊഡക്ഷൻ ബഡ്ജറ്റും പർച്ചേസിങ് ബഡ്ജറ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ കൃത്യമായി എത്ര സെയിൽസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മറ്റെല്ലാ ബഡ്ജറ്റുകളും എന്ത് ചെയ്യാൻ, കൃത്യമായി ഉണ്ടാക്കാൻ. ഇനി ഇത് ഉണ്ടാക്കുന്ന ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ബഡ്ജറ്റുകളും എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് നമ്മളുടെ എന്താണ്, സെയിൽസ് ബഡ്ജറ്റാണ് അല്ലേ. സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരേണ്ട എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സെയിൽസും അതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസും എത്രയാണ് എന്ന് കാണിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ ബഡ്ജറ്റിംഗ് ഏതാണെന്ന് പറഞ്ഞു, സെയിൽസ് ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റുകളും മറ്റു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബഡ്ജറ്റുകളും എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ സെയിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, തീരെ കുറവ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അതുപോലെ വളരെ കൂടുതലായിട്ട് നമ്മൾ വരുമെന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ തീരെ കുറവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻവെൻട്രീസ് വേണ്ട, അത്രയും സെയിൽസിൻ്റെ ആൾക്കാരുടെ സെയിൽസ് പീപ്പിൾസ് ഉണ്ടാകും, അവരെ നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചു കഴിഞ്ഞാലോ നമ്മൾ അതിനനുസരിച്ചുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളതാണ്. സോ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഓഫ് സെയിൽസിനെ കാണാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം അല്ലേ. ഏറ്റവും മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന സെയിൽസ് നമ്മൾ കണ്ടിരിക്കണം. കാരണം അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ബാക്കി എല്ലാ ബഡ്ജറ്റുകളെയും എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. ബാക്കി എല്ലാ ബഡ്ജറ്റുകളെയും നിയന്ത്രിക്കുന്ന ഒരു ബഡ്ജറ്റ് ഏതാണ്, സെയിൽസ് ബഡ്ജറ്റാണ്. കാരണം നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം, സെയിൽസ് പോളിസി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ വല്ലാതെ കൂടും, ഇൻവെൻട്രിയും വല്ലാതെ നമ്മുടെ കയ്യിൽ കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വരും, ക്യാഷിൻ്റെ ഷോർട്ടേജ് വരും, സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് വരും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും.
ഇനി അതെല്ലാം നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് വളരെ ലോ ആയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ കുറയും, ഇൻവെൻറ്ററി കുറയും, നമ്മുടെ കയ്യിൽ സെയിൽസ് കുറയും, അത്യാവശ്യത്തിന് സാധനം നമ്മുടെ കയ്യിൽ എന്തുണ്ടാവില്ല, വിൽക്കാനും ഉണ്ടായിരിക്കില്ല. സോ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഓഫ് സെയിൽസ് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ സെയിൽസ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബഡ്ജറ്റ് ഏത് തന്നെയാണ്, സെയിൽസ് ബഡ്ജറ്റ് തന്നെയാണ്. കാരണം എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന മാക്സിമം ഇൻഫോർമേഷൻസ് അല്ലേ, കമ്പനിക്ക് നേരിട്ട് കൺട്രോൾ ഇല്ലാത്ത മാർക്കറ്റ് അല്ലേ, നമ്മൾ സാധനം വിൽക്കുന്നിടത്ത് കസ്റ്റമറാണ് ആഗ്രഹിക്കുന്നത്, ഇത് വാങ്ങണോ വേണയോ തീരുമാനിക്കുന്ന ആരാണ്, കസ്റ്റമറാണ്. അവിടെ കമ്പനിക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ, ഇല്ല. അങ്ങനെ നമുക്ക് കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ഇല്ലാത്ത ഒരു ഔട്ട്സൈഡ് മാർക്കറ്റിൽ നിന്നുള്ള എൻ്റയർലി ഇൻഫോർമേഷൻസ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ. സോ അതെന്താണ്, എൻ്റയർലി ഡിഫിക്കൽട്ടും ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മുടെ ക്യാപിറ്റൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. പുതിയൊരു എക്യുപ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് സെയിൽസുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. നമ്മൾ പുതിയൊരു എക്യുപ്മെൻറ്റ് കൊണ്ടുവരുന്നു, അപ്പോൾ ടെക്നോളജി വളരെ ന്യൂലി ടെക്നോളജി ഉള്ള പുതിയ ടെക്നോളജികളുള്ള എക്യുപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കൺസിഡർ ചെയ്യണം. സോ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ക്യാപിറ്റൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്തുണ്ടാക്കാൻ, സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ലെവൽ ഓഫ് ക്രെഡിറ്റ് സെയിലുകൾ അല്ലെങ്കിൽ എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ കണ്ടിരിക്കണം അല്ലേ. എത്ര ലെവൽ ഓഫ് ക്രെഡിറ്റ് സെയിലുകൾ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം. കാരണം അത് എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യും, ക്യാഷ് ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അതിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് ബഡ്ജറ്റ് ഓഫ് ഇയർ എൻഡിങ് December 31, 2013 അല്ലേ, 2013 December 31 ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബോട്ടിൽ മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു സെയിൽസ് ബഡ്ജറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ബോട്ടിലാണ്, എത്ര യൂണിറ്റ് വിൽക്കണം, 4000 യൂണിറ്റ് വിൽക്കണം. ഓരോ യൂണിറ്റിൻ്റെ വില 50 രൂപയാണ് അല്ലേ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50 രൂപയാണ്. സോ ടോട്ടലായിട്ട് നമുക്ക് റവന്യൂ കിട്ടാൻ പോകുന്ന എത്രയാണ്, 4000 × 50 2 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്ന റവന്യൂ. സോ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ എന്ത്, സെയിൽസ് ബഡ്ജറ്റും അതിലെ ഫിഗേഴ്സുകളും. എത്ര യൂണിറ്റ് വിൽക്കുന്നുണ്ട്, എത്ര രൂപക്കാണ് ഞാൻ വിൽക്കുന്നത്, ടോട്ടലി കമ്പനിക്ക് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും അല്ലെങ്കിൽ റവന്യൂ എന്തായിരിക്കും എന്നൊരു ബഡ്ജറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി രണ്ടാമത്തത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ്. സോ നമ്മുടെ ഓർഡർ അടിസ്ഥാനത്തിൽ സെയിൽസ് ബഡ്ജറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ്. ഓക്കെ. സോ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ സെയിൽസ് ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മുടെ കപ്പാസിറ്റിയും ഇൻവെൻട്രീസിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ എന്നുള്ളത്. സോ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എന്താണ്, എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ഫൈനൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അതാണ്. സോ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ പുതിയ പ്രൊജക്റ്റുകൾ വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സ് പുതിയത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ക്യാപിറ്റൽ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന സംശയം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ കമ്പനിയുടെ സെയിൽസ് നമുക്ക് നേരത്തെ അറിയാം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കമ്പനിയുടെ സെയിൽസിന് അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, പ്രൊഡക്ഷൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കമ്പനിയുടെ സെയിൽസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്താൽ മതി, കുറച്ച് കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. അതല്ല നമ്മുടെ സെയിൽസിൻ്റെ സാധനം ഇപ്പോൾ ഭയങ്കര ഇൻക്രീസിങ് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് കുറയും എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് വരണം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, നമുക്ക് ഇൻപുട്ടുകളായിട്ട് വേണ്ട അല്ലേ, റോ മെറ്റീരിയലായിട്ട് വേണ്ട സാധനങ്ങളുടെ കൃത്യമായ പ്രൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ പ്രൈസുള്ള സമയത്ത്, പ്രൈസിൻ്റെ കാര്യത്തിലുള്ള ഡിസിഷൻസ് വരുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ സെയിൽസ് ബഡ്ജറ്റിൻ്റെ അതേ എക്സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ ഉണ്ടാക്കുന്ന ബോട്ടിൽസ് ഇവിടെ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കമ്പനി എക്സ്പെക്ട് ടു എൻഡ് ഇൻ 2002 ഇൻ ദ കറൻറ്റ് ഇയർ വിത്ത് 300 ബോട്ടിൽസ് അല്ലേ. കമ്പനി എന്ത് ചെയ്യുന്നതാണ്, എൻഡിങ് ഇൻവെൻട്രി 300 ബോട്ടിൽസ് ആണ് വെച്ചിട്ടുള്ളത് 2012. അതായത് ഇത് 2013 ബിഗിനിങ് ആണ് ആ കാണിക്കുന്നത് അല്ലേ. 2013 ബിഗിനിങ്ങിൽ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ എത്ര ബോട്ടിൽസ് ഉണ്ട്, 300 ബോട്ടിൽസ് ഇൻ ഹാൻഡ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി കമ്പനി പറയുന്ന വേറൊരു കണ്ടീഷനോട് അവിടെ പറയുന്നുണ്ട്, ദ കമ്പനി വാണ്ട് ടു ഇൻക്രീസ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി ലെവൽ ടു 350 അറ്റ് ഇയർ എൻഡ് ഓഫ് 2030.
കമ്പനി 2013 അവസാനത്തിൽ കയ്യിൽ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? 350 ബോട്ടിൽസിനും കൂടെ നമ്മുടെ കയ്യിൽ വെക്കണമെന്ന് കമ്പനി ആഗ്രഹിക്കുന്നു ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മുടെ ബോട്ടിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ബഡ്ജറ്റഡ് സെയിൽസ് ഇൻ യൂണിറ്റ്. എത്ര യൂണിറ്റാണ് നമുക്ക് വിൽക്കേണ്ടത്? 4000 യൂണിറ്റ് ആണ് നമുക്ക് വിൽക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? പ്ലസ് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി റിക്കോർഡ്. നമ്മുടെ കമ്പനി അവസാന വർഷം നമ്മുടെ കയ്യിൽ ബാക്കി വരേണ്ട എൻഡിങ് ഇൻവെൻട്രി എത്രയാണോ അതുകൂടെ ഇതിലേക്ക് കൂട്ടണം. അതുകൂടെ കൂട്ടിയാലല്ലേ നമുക്ക് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടോട്ടൽ യൂണിറ്റ് റിക്കോർഡ് എത്രയാണ് നമുക്ക് മൊത്തമായിട്ട് ആവശ്യമുള്ളത്? 4350 യൂണിറ്റാണ് നമുക്ക് മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത്. എന്നാൽ അത്രയും ആവശ്യമുണ്ടോ? കാരണം എന്താ? മൈനസ് ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഗുഡ്സുകൾ കുറച്ചിട്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമ്മുടെ കയ്യിൽ മൊത്തമായിട്ട് ഇപ്പോൾ എത്ര ഉണ്ട്? 300 യൂണിറ്റുകൾ ഉണ്ട്. സോ 4000 യൂണിറ്റ് ഉണ്ടാക്കണം. 350 യൂണിറ്റ് എൻഡിങ് ഇൻവെൻട്രി ആയിട്ട് കമ്പനിയിൽ കീപ്പ് ചെയ്യണം. സോ ടോട്ടലി 4350 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൽ 300 യൂണിറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം കമ്പനി എത്ര പ്രൊഡ്യൂസ് ചെയ്താൽ മതി? 4050 യൂണിറ്റ് മാത്രം കമ്പനി എന്ത് ചെയ്താൽ മതി? പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഇനി പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന നമ്പേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ബഡ്ജറ്റുകളുടെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ബഡ്ജറ്റുകൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെയാണത്? ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് അല്ലേ? എത്ര മെറ്റീരിയലാണ് നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്നത്. അതേപോലെ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, എത്ര മെറ്റീരിയലാണ് നമ്മൾ കൃത്യമായി പർച്ചേസ് ചെയ്യേണ്ടത് എന്നത്. അതേപോലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ് അല്ലേ? നമുക്ക് വരുന്ന ലേബർ കോസ്റ്റുകളുടെ ബഡ്ജറ്റുകൾ ഉണ്ടാക്കാം. അതുപോലെ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ്, നമുക്ക് വരുന്ന ഓവർഹെഡ് കോസ്റ്റുകളുടെ ബഡ്ജറ്റ്. ഇതൊക്കെ ഏതിൻ്റെ ബേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് മെറ്റീരിയൽ യൂസേജും പർച്ചേസിങ് ബഡ്ജറ്റൊക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജും പർച്ചേസിങ് ബഡ്ജറ്റും ലേബറും ഓവർഹെഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഡിങ് ഇൻവെൻട്രി ബഡ്ജറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ബാക്കി എത്ര സാധനം ഉണ്ട് എന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ എൻഡിങ് ഇൻവെൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ വിറ്റ് പോകുന്ന സാധനങ്ങളുടെ ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ ലെവൽ ഓഫ് ബഡ്ജറ്റുകളും ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് അല്ലേ? ഓരോന്നൊന്നിനോടൊന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബഡ്ജറ്റുകളാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എത്തത് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്. എത്ര മെറ്റീരിയലാണ് നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് വരുന്ന ബഡ്ജറ്റാണ്. സോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത് യൂണിറ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇസ് കാൽക്കുലേറ്റഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ആൻഡ് ദിയർ കോസ്റ്റ് ആണ് അല്ലേ? നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാം അല്ലേ? 4050 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ 4050 യൂണിറ്റിന് എത്ര മെറ്റീരിയലാണ്, എത്ര റോ മെറ്റീരിയലാണ് ആവശ്യം വരുന്നത്, ആ റോ മെറ്റീരിയലിന് വരുന്ന കോസ്റ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റീരിയൽ യൂസേജ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി അല്ലെ, കൃത്യമായി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ, അതേപോലെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പ്രത്യേകിച്ച് ഒരു ടേം ഉണ്ട്, ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയും. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, ഒരു മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു മെറ്റീരിയലിന് വേണ്ട റോ മെറ്റീരിയൽസ് എത്രയൊക്കെയാണ്, ഓക്കെ, എന്നുള്ള കാര്യങ്ങളിലുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത് വരുന്നത്? ഒരു മെറ്റീരിയൽ, ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഈ ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടാകും നമ്മൾ എത്ര മെറ്റീരിയൽസ് ആണ് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഈ ബിൽ ഓഫ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ അതിനും ഞാനിവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ എന്തായിരുന്നു? ബോട്ടിൽസ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഈ ബോട്ടിൽസ് ഉണ്ടാക്കുന്ന സമയത്ത്, ബോട്ടിൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്സ് ആണ്. സോ പ്ലാസ്റ്റിക് ഷീറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിക്കണം. സോ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ 1.5 മീറ്റർ പ്ലാസ്റ്റിക് ഷീറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വേണ്ടി വരുന്നത്. ഇതിൽ 1 മീറ്ററിന് ഷീറ്റിന് വരുന്നത് 10 രൂപ കോസ്റ്റാണ്. ഓക്കെ. സോ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഷീറ്റുകളാണ് വാങ്ങാനുള്ളത്. 1.5 മീറ്റർ ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വാങ്ങേണ്ടതുള്ളത്. ഇതിൽ നമുക്ക് ഓരോ മീറ്റർ ഷീറ്റിനും 10 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യം വരുന്നുണ്ട്. സോ ഒരു ബോട്ടിലിന് 1.5 മീറ്റർ ഷീറ്റ് ആവശ്യമുണ്ട്. 1 മീറ്റർ ഷീറ്റിന് 10 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആവശ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി ചോദിക്കുന്നത്. സോ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിലതുപോലെ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ ബിഗിനിങ് ആയിട്ടുള്ള ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്, നമ്മുടെ കമ്പനിയിൽ എൻഡിങ് ആയിട്ട് നമ്മൾ വെക്കേണ്ട ഷീറ്റുകൾ എത്രയാണ് എന്ന കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. സോ കമ്പനി ഡയറക്റ്റ് ബിഗിനിങ് മെറ്റീരിയൽ ഈസ് 170 ഷീറ്റ്സ്. 170 ഷീറ്റുകളാണ് കമ്പനിയിൽ എന്തുള്ളത്?
ബിഗിനിങ് ആയിട്ട് കയ്യിൽ ഉള്ളത്. അതുപോലെ തന്നെ കമ്പനി വാണ്ട് ടു എൻഡ് ദ ഇയർ വിത്ത് 200 ഷീറ്റ് അല്ലേ. കമ്പനിയുടെ എൻഡിങ് ഇൻവെൻട്രി ആയിട്ട് എത്ര ഷീറ്റ് കൂടി വേണമെന്ന് പറയുന്നുണ്ട്? 200 ഷീറ്റുകൾ കമ്പനിയുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നും കമ്പനി പറയുന്നുണ്ട്. സോ ഈ രണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയാണ് കമ്പനി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. സോ എത്ര മെറ്റീരിയൽസ് ആണ് ആദ്യം കമ്പനിക്ക് വേണ്ടത്, ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. എത്രയാണ് വേണ്ടി വരിക? ഫിസിക്കലി 4050 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. സോ 4050 യൂണിറ്റ് ഇൻറ്റു 1.5 മീറ്റർ ഷീറ്റ്, 1.5 മീറ്റർ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6075 ആണ് എന്ത് വേണ്ടത്? 6075 മീറ്റർ ഷീറ്റാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ 6075 മീറ്റർ ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യം വരുന്നുണ്ട്. ഈ സമയത്ത് എന്തുണ്ട്? ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്ര ഷീറ്റ് വരുന്നുണ്ട്? 170 ഷീറ്റ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്ര ഷീറ്റ് വരുന്നുണ്ട്? 170 ഷീറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ എത്രയാണ്? 6075 മൈനസ് 170. അത് ക്വസ്റ്റ്യൻ കിട്ടുന്ന കാര്യമാണെന്ത്? നമ്മുടെ കൃത്യമായി പർച്ചേസ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ട് 170 ഇൻറ്റു 10 1700 എന്ന് പറയുന്ന കോസ്റ്റിനുള്ള ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ, അതിന് പുറമെ നമ്മൾ 6075 മൈനസ് 170 ഇൻറ്റു 10 ചെയ്തിട്ടുള്ള എമൗണ്ട് 5950 എന്ന് പറയുന്നത് നമുക്ക്, അതായത് ഈ പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എത്രയാണോ അത്. അപ്പോൾ നമ്മൾ കൃത്യമായി പർച്ചേസ് ചെയ്യേണ്ടത് 5950 യൂണിറ്റാണ് ഈ പ്രാവശ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതല്ല ശരിക്കും പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട്. പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എൻഡിങ് ഇൻവെന്ററി ഒക്കെ കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ എത്രയാണോ ആ യൂസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ എത്ര വാങ്ങണം, അഡീഷണൽ എത്ര വാങ്ങണം എന്നുള്ളതാണ്. സോ നമ്മുടെ കയ്യിൽ ഓൾറെഡി 170 ഷീറ്റ് ഉണ്ട്. 170 ഷീറ്റിന് 10 രൂപ വെച്ചിട്ട് എന്ത് വരുന്നുണ്ട്? 1700 എന്ത് വരുന്നുണ്ട് രൂപ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ബിഗിനിങ് ഇൻവെൻട്രി സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? 6075 ആകാൻ ഈ 170 ഷീറ്റ് വെച്ച് ബാക്കി ഷീറ്റുകൾ 10 രൂപ വെച്ച് വാങ്ങണം. എത്രയാണത്? 59,050 രൂപ വരും ആ ഷീറ്റിന്. സോ ടോട്ടലി നമുക്ക് എത്ര മെറ്റീരിയൽ എന്ത് ചെയ്യണം? 60,750 രൂപയുടെ ഡയറക്റ്റ് മെറ്റീരിയൽ വേണം ഉപയോഗിക്കാൻ. എന്തിന്? പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള യൂസേജിന് നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് പറഞ്ഞത്. ഇനി അതേസമയം ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ചെയ്യണം അല്ലേ. എങ്ങനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂസേജ് ബഡ്ജറ്റിന് പുറമെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന ബിഗിനിങ്ങിൻ്റെയും എൻഡിങ് ഇൻവെൻട്രീൻ്റെ ഒക്കെ കണക്കുകൾ അനുസരിച്ച് എത്രയാണ് നമ്മൾ കൃത്യമായി പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. കൃത്യമായി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുന്ന രീതിയാണ് ഏത്? ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ഓക്കെ, സോ ഫസ്റ്റ് ഫിസിക്കൽ യൂണിറ്റ്സ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ യൂണിറ്റ്സിൽ ആദ്യം വരുന്നത് എത്രയാണ് പ്രൊഡക്ഷൻ ആവശ്യം വരുന്നത്? 6075. ഒന്നിനോടൊന്ന് എന്താണ്? ഓരോ ബഡ്ജറ്റിനും കണക്റ്റഡ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ ബഡ്ജറ്റുകളും എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൃത്യമായി എഴുതി മാർക്ക് ചെയ്ത് ആ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ 6075 അല്ലേ. 6075 ഷീറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. പ്ലസ് നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ പ്ലസ് ഡിസേർവ്ഡ് എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെൻട്രി. നമുക്ക് അവസാനം എത്ര നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇരിക്കണം? 200 ഷീറ്റ് നമ്മുടെ കയ്യിൽ അഡീഷണലി ഇരിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ടോട്ടലി ആവശ്യമുള്ളത് 6275 ഷീറ്റുകളാണ്. ഇതിൽ മൈനസ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. എത്രയാണ് നമ്മുടെ കയ്യിൽ ബിഗിനിങ് ആയിട്ടുള്ളത്? 170 ആണ്. സോ 6075 നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. 200 നമുക്ക് എൻഡിങ് ഇൻവെൻട്രി ആയിട്ട് വെക്കേണ്ടതുണ്ട്. സോ ടോട്ടലി നമ്മൾ വാങ്ങേണ്ടത് 6275 ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്രയുണ്ട്? 170 ഉണ്ട്. സോ 6275 മൈനസ് 170 6105 അല്ലേ. 6105 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വാങ്ങിക്കേണ്ട ഷീറ്റുകൾ, കൃത്യമായി പർച്ചേസ് ചെയ്യേണ്ട ഷീറ്റുകൾ 6105 ആണ്. സോ ഓരോ ഷീറ്റിനും 10 രൂപ വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 6705 ഇൻറ്റു 10 61,050 രൂപക്കുള്ള ഷീറ്റുകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? നമ്മൾ ഈ പ്രാവശ്യത്തെ പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വെക്കണം. സോ നമ്മളിപ്പോൾ ഏതൊക്കെ ചെയ്തു? സെയിൽസ് ബഡ്ജറ്റ് ചെയ്തു, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ചെയ്തു. പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഉപയോഗിച്ച് നമ്മൾ മെറ്റീരിയൽ യൂസേജ് ചെയ്തു, മെറ്റീരിയൽ പർച്ചേസും ചെയ്തു. ഇനി നമുക്ക് ലേബർ കോസ്റ്റുകൾ എത്ര വരും എന്ന് എന്ത് ചെയ്യാൻ പറ്റും?
കണ്ടുപിടിക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് എന്നുള്ളതാണ്. സോ ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ഒരു യൂണിറ്റിന് നമ്മൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നതും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് പെർ ഹവറിന് എത്രയാണെന്നുള്ളതും കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഉദാഹരണം ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒരു ബോട്ടിൽ ചെയ്യാൻ ഒരു ഡയറക്റ്റ് ലേബറിനാകുന്ന സമയം എന്ന് പറയുന്നത് 0.6 ഹവേഴ്സാണ്. ഓക്കെ, ഒരു മണിക്കൂർ പോലും തികച്ച് വേണ്ട, 0.6 ഹവേഴ്സാണ് എന്ത് വരുന്നത്, നമ്മുടെ ഒരു ബോട്ടിൽ ചെയ്യാനാകുന്ന കോസ്റ്റ് ഹവേഴ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 0.6 ഹവേഴ്സ് പെർ ബോട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വേണ്ടി വരും നമുക്ക് എത്രയാണ് ശരിക്കും പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്? 4050 യൂണിറ്റാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൊഡക്ഷൻ ചെയ്യാനുള്ളത് അല്ലേ. ഇതെവിടുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ നിന്നാണ് കേട്ടോ ഈ ഡീറ്റെയിൽസ്. 4050 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. സോ 4050 യൂണിറ്റ് ഇൻറ്റു ഓരോ യൂണിറ്റിനും 0.6 ഹവേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ലേബറിനെ കണക്കാക്കണം. സോ എത്ര ഡയറക്റ്റ് ലേബർ എടുക്കും? ടോട്ടൽ 2430 ഹവേഴ്സ് നമുക്ക് എന്തെടുക്കും, ടോട്ടലായിട്ടുള്ള സമയം എടുക്കും ലേബേഴ്സിൻ്റെ വർക്കിന്. ഇനി ലേബറിൻ്റെ ഓരോ ഹവറിനും എത്ര മണിക്കൂർ വെച്ചിട്ട് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് എത്രയാണ്? ഹവർലി റേറ്റ് 20 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 2430 ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് ഒരു മണിക്കൂറിന് 20 രൂപ വെച്ച് കൊടുത്താൽ 48,600 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ടോട്ടലി ലേബർ ഹവറായിട്ട് മാത്രം വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മൾ എന്ത് ചെയ്തു, ലേബർ ഹവർ ബഡ്ജറ്റ് ഉണ്ടാക്കി. എത്ര ലേബർ ഹവേഴ്സ് ആവശ്യം വരും, ആ ലേബറിന് എത്ര ടോട്ടൽ കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മാനുഫാക്ചറിങ് ഓവർഹെഡ് നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കി, അതനുസരിച്ച് എന്തുണ്ടാക്കി, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാക്കി. പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെയും സെയിൽസ് ബഡ്ജറ്റിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടിയ ഉടനെ നമ്മൾ എന്തുണ്ടാക്കി, മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് ഉണ്ടാക്കി, മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ടാക്കി, ലേബർ ബഡ്ജറ്റുകളും ഉണ്ടാക്കി. ഇനിയുള്ളത് ഏതാണ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് ബഡ്ജറ്റുകളാണ്. മാനുഫാക്ചറിങ് ഓവർഹെഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡിങ് ഇൻവെൻറ്ററി ചെയ്യാൻ സാധിക്കും. എൻഡിങ് ഇൻവെൻറ്ററി ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ ബഡ്ജറ്റിങ്ങുകളും ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റുകൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് ഒരു മെഷീൻ ഹവറിൻ്റെയോ ഒരു ലേബർ ഹവറിൻ്റെയോ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റുകൾ സെറ്റ് ചെയ്യുന്നത് 2 രീതികളിലാണ്. ട്രഡീഷണൽ രീതികളുണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും ഉണ്ട്. പക്ഷേ ഇവിടെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തെങ്കിലും ഒരു അലോക്കേഷൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പൊതുവെ മെഷീൻ ഹവറോ അല്ലെങ്കിൽ ലേബർ ഹവറോ ആണ് ആവാറ്. ഓരോ യൂണിറ്റിനും എത്ര മെഷീൻ ഹവറാകും, എത്ര ലേബർ ഹവറാകും, അതേ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ട്രഡീഷണൽ മെത്തേഡിൽ ഓവർഹെഡുകൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ടോട്ടൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓവർഹെഡുകൾ എത്രയാണെന്നും ടോട്ടൽ വേരിയബിൾ ആയിട്ട് വരുന്ന ഓവർഹെഡുകൾ എത്രയാണെന്നുള്ളത് കൃത്യമായി